ഹായ്, എൻ്റെ പേര് ഫസ്ലിൻ ടി പി. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ 34-ാം ഡിവിഷൻ ഏരിയയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഇനി തുടർഭരണം കിട്ടുകയാണെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസനങ്ങളും മാറ്റങ്ങളും എന്തായിരിക്കും? ആദ്യമായി നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളി ഹൗസിംഗ് സ്കീം നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കും. അത് മത്സ്യഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ്, കുടിവെള്ളം, വൈദ്യുതി, ശുചിത്വം, ലൈറ്റിംഗ് എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അപ്പം അതില്ലാത്തവർക്ക് അതെടുക്കുവാനുള്ള ബോധവൽക്കരണം നടത്തുകയും അപേക്ഷിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ 3 സ്കൂളുകളും അതുപോലെ അംഗനവാടികളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇവിടെ കോർപ്പറേഷൻ്റെ എല്ലാ പദ്ധതികളും വർഷാവർഷം പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. അംഗനവാടികൾ കിൻഡർ ഗാർഡൻ സെറ്റപ്പിലേക്ക് ഉയർത്തും. സ്കൂളുകൾക്ക് വേണ്ടുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്ന നാട്ടിലെ അംഗനവാടികളും മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയെടുക്കും. നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്കായി കരിയർ ഗൈഡൻസ് സെൽ കോർപ്പറേഷനുമായി ചേർന്ന് നാട്ടിൽ ആരംഭിക്കും. അതുപോലെ ഇവിടെ വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങളെക്കുറിച്ചും അഭിമുഖ രീതികളെക്കുറിച്ചും സൗജന്യമായി വിവരങ്ങൾ നൽകും. നമ്മുടെ നാട്ടിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അവർക്കുള്ള തുടർ പഠനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി മെച്ചപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കും. കൂടാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള PSC കോച്ചിങ് സെൻ്ററുകൾ, സിവിൽ സർവീസ് ആസ്പിറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസ്, അതുപോലെ CA CMA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് MSF ഹബീബ് എഡ്യൂക്കെയർ പദ്ധതി എന്നീ പദ്ധതികൾ നമ്മുടെ കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ നിർദ്ദേശങ്ങൾ നൽകി വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ നൽകുകയും അതുപോലെ അർഹതപ്പെട്ട വിദ്യാർത്ഥികളുടെ മുഴുവൻ ചിലവുകളും ഏറ്റെടുത്ത് വിദ്യാഭ്യാസം ഉറപ്പാക്കും. അതുപോലെ പാറാപ്പള്ളി വ്യൂ പോയിന്റിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ചുകൊണ്ട് സഞ്ചാരികൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ നമ്മളവിടെ നിർമ്മിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് പൂർണ്ണമായി അറിയാം. സ്ഥലപരിമിതി ഒരു വെല്ലുവിളിയാണെങ്കിലും യുവജനങ്ങൾക്ക് ഒരു സ്വപ്ന പദ്ധതി ഞാൻ ഉറപ്പു നൽകുകയാണ്. ഞാൻ വിജയിച്ചാൽ എൻ്റെ നേതൃത്വത്തിൽ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് നമ്മുടെ ഡിവിഷനിൽ അത്യാധുനിക രീതിയിലുള്ള ഒരു മൾട്ടി പർപ്പസ് ടർഫ് ഞാനിവിടെ യാഥാർത്ഥ്യമാക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്.